ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇവരുടെ അടുത്ത് നിന്ന് സ്വാതന്ത്ര്യം കിട്ടാത്തൊരവസ്ഥ പോലെയാണ്. അതായത് നമുക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ, ആ വ്യക്തി സ്വാതന്ത്ര്യം ഈ തേർഡ് പാർട്ടിയുടെ കൈകളിൽ ഇവര് അടിയറവ് പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പൊ അത് ആ ഒരു കാര്യങ്ങള് നിങ്ങളുടെ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ അറിയാതെ ആണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള പല വ്യക്തി സ്വാതന്ത്ര്യങ്ങളും പല വിധത്തിലുള്ള കാര്യങ്ങളും, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലൈഫ് എന്തോ ആയിക്കോട്ടെ, ചില കാര്യങ്ങള് അല്ലെങ്കിൽ ഒരു മിക്ക കാര്യങ്ങളും ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടികളുടേതായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് അവർക്ക് എന്തും തീരുമാനിക്കാം, അവർക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തും വന്ന് കളിക്കാം, ആടാം, പാടാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല. അതാണ് ഇതിലുള്ള കാര്യം. അവർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിൽക്കാം, പ്രവർത്തിക്കാം, പരിപാടികൾ ഒപ്പിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു പരിപാടികളും നിങ്ങളുടെ വ്യക്തി കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഒരു രീതിയിലുള്ള പരിപാടികളും ഈ തേർഡ് പാർട്ടി ഇവിടെ കയ്യിൽ ഇങ്ങനെ ഈ എന്താ പറയാ അമർത്തി പിടിച്ചിരിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ അമർത്തി വെച്ചിരിക്കുന്നത് പോലെ. അതിനുള്ള ആ അമർത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ആള് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ കൊടുത്തിരിക്കുന്ന പോലെ. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവര് ഒരു ട്രഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പല രീതിയിൽ പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഈശ്വര പ്രാർത്ഥനകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരാധനാലയങ്ങൾ സന്ദർശനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ ഒരു 1000 പേർക്ക് ദുഷ്ടത്തരം ചെയ്ത് ഒരാളെ കൊല്ലാക്കൊല ചെയ്തിട്ട് കുറെ ഈശ്വര പ്രാർത്ഥനകളോ കുറെ പള്ളികളോ അമ്പലങ്ങളോ സന്ദർശിച്ചിട്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അതിലൊന്നും ഈശ്വരനെ കൂട്ടുപിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് പുറമെ അവര് ഒരു
ട്രഡീഷണൽ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ ഉള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളാണ് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നവർ. ഈ എന്നിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ പൊട്ടിത്തെറികൾ സമ്മാനിക്കുന്നു. നിങ്ങളുടെ വ്യക്തി അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാതെ ഒരു മനസ്സമാധാനക്കേടിലോട്ടും അല്ലെങ്കിൽ മെന്റൽ ഡിപ്രഷനിലോട്ടും ബുദ്ധിമുട്ടിലോട്ടും പോകുന്നു. പക്ഷെ അതിനുള്ള ഉത്തരവാദി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക്, ഡിപ്രഷന്, മനസ്സമാധാനക്കേട്, അല്ലാന്നുണ്ടെങ്കിൽ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലാത്തിനും കാരണം നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി മറ്റു പലരെയും ചൂണ്ടിക്കാണിക്കുന്നു. ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട വേറെ പലരെയും ആയിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ കൊണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ സമാധാനം പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് എന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുന്നു. സത്യം മറച്ചു വെച്ചും മിഥ്യ കൂടുതൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ തേർഡ് പാർട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള മൂലകാരണം ആരാണ് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ പ്രപഞ്ച സത്യം എന്താണ്, അല്ലെങ്കിൽ ആരെക്കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കളെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെതായിട്ടുള്ള ഫ്യൂച്ചർ നിലനിൽക്കുന്നത്, എന്ത് പരിപാടികളും നിലനിൽക്കുന്നത്, അതിന് ആരാണ് അതിനൊരു വഴി മുടക്കി, അതിനൊരു തടസ്സം എന്നുള്ളത് ഇതിന്റെ മൂലകാരണം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ തിരികൊളുത്തി നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി തിരികൊളുത്തും, അതിങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ പോവും. ആ തിരികൊളുത്തിയത് എവിടെ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അത് എവിടെയാണ് കത്തിത്തീരുന്നതെന്നുള്ള ഇതിലിങ്ങനെ നിങ്ങളുടെ ആള് ഇങ്ങനെ അലയുകയാണ്. ആ കത്തുന്ന വെളിച്ചത്തിൽ കാണുന്നത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ കുറ്റക്കാരാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളും ആയിരിക്കും കുറ്റക്കാരായിട്ട് കാണുന്നത്. ഇപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും, എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ചെവിയിൽ കൊണ്ടാൽ മതി. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഈ എടുക്കേണ്ടതും അല്ലാത്തതും എല്ലാം ഇങ്ങനെ ചെവിക്കൊള്ളുന്നുണ്ട്. തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പാടെ ഒന്നും ഒരു വഴിക്കും വിടാതെ എല്ലാം അപ്പാടെ ഇങ്ങനെ ചെവിക്കൊള്ളുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. നമുക്കിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എടുക്കേണ്ടത് എടുക്കാം, തള്ളേണ്ടത് തള്ളിക്കളയാം. ഇതല്ല. ഇത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോ പറയുന്നത് ചിലപ്പോൾ തള്ളിക്കളയും, അല്ലെങ്കിൽ കണക്കിൽ കൂട്ടത്തില്ല. പക്ഷെ ഇവര് പറയുന്നത് എടുക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. അത് പ്രവർത്തിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സ്ട്രോങ് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഈ തേർഡ് പാർട്ടിയുടെ ആയിട്ടുള്ള കാര്യത്തിൽ നിൽക്കുന്നത്. അത്യാവശ്യം ഇത്തിരി പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാവുന്ന, ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന, അത്യാവശ്യം ഒന്നും ഞാൻ പറയില്ല, അതിൽ കൂടുതൽ പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഒട്ടുമിക്ക ഇതിലും. ഇവിടെ ഒട്ടുമിക്ക ആളുകളുടെ, അതായത് ഇപ്പൊ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന 95% ആളുകളുടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. പക്ഷെ ഇതിലുള്ള കാര്യം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എന്തും നന്നായിട്ട് ഒപ്പിക്കും. എല്ലാം നല്ല മർമ്മസ്ഥാനങ്ങളിൽ തന്നെ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ഒപ്പിക്കും. പക്ഷെ ഇതിൽ വരുന്നത് ഞാനും അല്ല, എൻ്റെ കൈയും അല്ല എന്നുള്ള രീതിയിൽ കയ്യും കെട്ടി ഒഴിഞ്ഞു മാറി നിൽക്കും. ഇമോഷണലി ബ്ലാക്ക് മെയിലിങ് നിങ്ങളുടെ വ്യക്തിനെയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവര് ചെയ്യും. ഇതില് ഇപ്പൊ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാറ്റഗറിയിൽ പ്രായമായ ആളുകളും കാണിക്കുന്നുണ്ട്. ഈ പ്രായമായ ആളുകള് നമ്മൾ ശരിക്കും അവരെ ബഹുമാനിക്കണം, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ
ഈ പ്രായമായ ആളുകൾ ചില സമയത്ത് അവരുടെ ആ ഒരു പ്രായം അവർക്കൊരു ലൈസൻസ് ആയിട്ട് എടുക്കാറുണ്ട്. എന്തും വിളിച്ചു പറയാം, അല്ലെങ്കിൽ എന്തും കാണിക്കാം. അപ്പൊ ചില ആളുകൾ പറയില്ലേ, ഓ അത് പഴയ ആളുകളല്ലേ, അല്ല അല്ലെങ്കിൽ അത് പ്രായമായ ആളുകളല്ലേ. അങ്ങനെയല്ല, നമ്മൾ തിരുത്തേണ്ടത് തിരുത്തണം. തിരുത്തേണ്ടത് എപ്പോഴും തിരുത്തണം. അല്ലാതെ അവർക്ക് എന്തും പറയാൻ എന്തും കാണിക്കാം എന്നുള്ള ഒരു ലൈസൻസ് ആക്കി കൊടുക്കുകയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അത് ചിലപ്പോ പ്രായമായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറയുന്ന മുറിവ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രവർത്തികൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന എല്ലാ പരിപാടികളും നമ്മൾ അപ്പാടെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാതെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് പറഞ്ഞു മനസ്സിലാക്കുക, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക. അല്ല നമ്മൾ അത് ആരാണെന്നുണ്ടെങ്കിലും അവരങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഒരു ലൈസൻസ് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അത് എന്താ പറയാ, അത് കൂടുതൽ അവരും ഉള്ളില് എനിക്കെന്തും പറയാം, എനിക്കെന്തും കാണിക്കാം, എനിക്ക് പ്രായമായതിന്റെ ഒരു പൂർണ്ണ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏത് കുടുംബത്തിന്റെ കാര്യത്തിലും എനിക്ക് അങ്ങോട്ട് കുളം തോണ്ടാം, എനിക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാം, എന്തും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് മനസ്സിൽ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അത് മുളയിലെ അത് നുള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങളതൊന്ന് ഇപ്പൊ ആരുടെ കാര്യമാണെങ്കിലും അത് നമ്മളത് തിരുത്തേണ്ടത് തിരുത്തണം, പറയേണ്ടത് പറയണം. അങ്ങനെയല്ലേ? എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. കാരണം അത് അങ്ങനെയാണ്. അല്ലാതെ നമ്മളിപ്പോ പ്രായമായി എന്ന് പറഞ്ഞ് ഒരാളുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ഒരു ഇത് കൊടുക്കരുത്. കാരണം അതങ്ങനെയാണ്. കാരണം അങ്ങനെയുള്ള ഇതുകൊണ്ട് ഈ പ്രായമായതിന്റെ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരിപാടികൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് നല്ലോണം പല ആളുകളുടെ മനസ്സിന് ആഴത്തിൽ മുറിവേറ്റതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, സ്വസ്ഥത കെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, പല ബന്ധങ്ങളും ചിന്നിച്ചിതറിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മുളയിലേന്നുള്ളോണ്ട്. അല്ലാതെ നമ്മൾ അവരെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നല്ല, പറഞ്ഞ് മനസ്സിലാക്കുക, തിരുത്താനുള്ളത് തിരുത്തി കൊടുക്കുക. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക. അല്ലാതെ ക്ഷമിക്കുക, അത് പ്രായമായതാണ് എന്നുള്ള ഇതിൽ നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാതെ അവരെ തിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ഒരു ശരിയിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ ഇതാവും. കാരണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുടെ അഭാവത്തിൽ, അതായത് അവർക്ക് എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് കൊടുത്തതിന്റെ പേരിൽ ഇവിടെ കുറെ ബുദ്ധിമുട്ടുകൾ ഈ കാണുന്ന ആളുകൾക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ കുടുംബജീവിതത്തിലോ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോ നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടി, അതായത് ഈ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും വേറൊരാളെ അംഗീകരിക്കുന്നത് ഈ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ ഒരു ഗസ്റ്റ് റോളായിട്ട് നിൽക്കുക, പോവുക. അവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന തേർഡ് പാർട്ടിയാണ്. ശരിക്കും നിങ്ങളാണ് സ്ഥിരമായിട്ട് നിൽക്കേണ്ടത്, പക്ഷെ നിങ്ങൾ ഗസ്റ്റ് റോൾ ആയിരിക്കണം എന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം. അതിനുള്ള പ്രവർത്തികളും പരിപാടികളുമാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. അതാണ് ഇതിനുള്ള കാരണങ്ങൾ. എങ്ങനെ ഇതിന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി ഇങ്ങനെ ഒന്നേന്ന് തുടങ്ങി വരുമ്പോ അപ്പോ അതിങ്ങനെ മലക്കം മറിച്ചുകൊണ്ട് വേറെ പരിപാടികളിലോട്ട് സീനറി മാറ്റിക്കളയും. അല്ലാന്നുണ്ടെങ്കിൽ പലതിനെയും വെല്ലുന്ന കഥകളൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നിലവിൽ കാണുന്നത്. കാരണം ഈ തേർഡ് പാർട്ടീനെ പറയുന്ന കാര്യങ്ങൾ ധിക്കരിച്ച് ചെയ്തു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ മറുത്ത് വേറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ടെൻഷൻ ഉണ്ട്. ഇവരുടെ പ്രീതി നഷ്ടപ്പെടുമോ, അവിടെയുള്ള ഒരു സ്ഥാനം നഷ്ടപ്പെടുമോ, കാരണം ഇവരുടെ ഫ്യൂച്ചർ അവതാളത്തിലാവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. കാരണം എന്തൊക്കെയോ ഇങ്ങനെ ഒരു
അതായത് കുറെ സ്വപ്നങ്ങൾ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മയക്കുന്ന ഒരു രീതിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് എന്നും നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിക്ക് എന്നും ഒരു എന്താ പറയാ, കുറച്ച് അധികാരമൊക്കെ കയ്യിലുണ്ടാക്കി ഒരു ധനത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ഓർഡർ ഇട്ട് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, ഓർഡർ അനുസരിപ്പിക്കുക. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒളിവിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. കാരണം ഇവിടെ ഒളിവിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഒളിഞ്ഞും മറഞ്ഞും ഓരോ കാര്യങ്ങൾ ഒപ്പിക്കുന്നതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ആ ഒരു കാര്യങ്ങൾ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി ചെവിക്കൊണ്ടിട്ടുമുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ജീവിതം തന്നെ ഒരു തുലാസിൽ കൊണ്ടുവന്നതിന്റെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഡൈവോഴ്സിന്റെ വക്കീല്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അതുപോലെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി യൂണിവേഴ്സിനോട് വരെ യാചിക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവന്നതിന്റെ മൂലകാരണം, മുഖ്യ കാരണം ഈ തേർഡ് പാർട്ടി കാറ്റഗറിയാണ്. കാരണം ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുവാണ്. പിടിച്ചു വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എന്താ പറയാ, ഒരു അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ഒരു രീതിയിൽ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ. അത് ഇപ്പൊ ഒരാളെ പിടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അയാളെ എന്താ പറയാ, കെട്ടിയിടണമെന്നോ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടണമെന്നൊന്നുമില്ല. ഇവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും, ചില ആളുകളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പിടിച്ചു നിർത്താൻ പറ്റും. അതുപോലെയാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? കാരണം ഇതാണ്, പണിയെടുക്കത്തില്ല, പണിയെടുപ്പിക്കും. അതാണ് ഇവിടെ കാണുന്ന പ്രസന്റ് ഇടപാട്. നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് പണിയെടുപ്പിക്കും. അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ഓട്ടോമാറ്റിക്കലി ചെയ്യുകയും ചെയ്യും. ഇപ്പൊ അവര് എന്തെങ്കിലും വഴക്കിടാൻ ഉദ്ദേശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യും നിങ്ങളുടെ വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ അവര് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ വ്യക്തി നല്ല ഭംഗിയായിട്ട് ചെയ്യും. പക്ഷെ അതൊക്കെ ചെയ്തു വരുന്നത് മുഴുവനും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിനോ ആണ് ബുദ്ധിമുട്ടായിട്ട് ഇവിടെ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.